കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പഠിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിന് എത്രയും ആരോഗ്യപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, മൂല്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, മാറ്റുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാനൊരു ഉരുപ്പിടി കിട്ടുന്നത് പോലെ നാം ഈ ദിവസങ്ങളിൽ വചന പഠനത്തിലൂടെ എന്തിനെയൊക്കെയാണ് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത് എന്നും എന്തിനെയൊക്കെയാണ് വിലമതിക്കേണ്ടതെന്നും എന്തിനെയൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ നാം ധ്യാനിച്ചു വരികയായിരുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇതിനോടകം 69 പരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇത്രയും നീണ്ട ഒരു ക്ലാസ് ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് തുടർമാനമായിട്ടുള്ള ഒരു ഹൈ റിസ്ക് എടുത്ത് ഇങ്ങനെ ക്ലാസ് നയിക്കുന്നത്. എൻ്റെ കാലിൻ്റെ നീരിന് കുറവുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു. ഓൺലൈനിലൂടെയും ഈ ക്ലാസ് കേട്ടിട്ട് പ്രാർത്ഥിച്ചവർക്ക് വിശേഷാൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം ചിന്തിച്ച് വന്നുകൊണ്ടിരുന്നത്. 2-ാം അധ്യായം 20-ാം വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യമായി നമ്മൾ എടുത്തത്. നെഹമ്യാവിന്റെ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുകയും ഞാൻ നിങ്ങളോടത് പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയോട് പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. എന്താണ്? ഒരു ഗവർണറുടെ മുമ്പിൽ വെച്ച് താൻ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇവിടുത്തെ ബലവാന്മാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കുമൊക്കെ ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ പിടിപാടുമൊക്കെ ഉള്ളു സഹോദരങ്ങളെ. എന്നാൽ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടി ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി വരുമ്പോൾ മനസ്സിടിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ദൈവം നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പലരുടെയും മുന്നിൽ നമ്മുടെ മനസ്സ് തളർന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ മസിൽ ബലം കൊണ്ടൊന്നുമല്ല, 6 പാക്ക് കൊണ്ടൊന്നുമല്ല പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോയി നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ടല്ല നിൽക്കുന്നത്. കൃത്യത റോമർ 8:31 പറയുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. അതിനർത്ഥം എക്സസൈസ് ഒന്നും ചെയ്യേണ്ടെന്നല്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നന്നായി കെയർ ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആയുസ്സും ആരോഗ്യമൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമുക്കിടയായിത്തീരും. നാം അതുകൊണ്ട് ദർശനം പ്രാപിച്ച നെഹമ്യാവ്, കാഴ്ചപ്പാട് ലഭിച്ച നെഹമ്യാവ് സിസ്റ്റമാറ്റിക്കലായി ടീമും തൻ്റെ അഡ്മിനിസ്ട്രേഷന്റെ മികവും ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ ഒടുവിലത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 3 സെഷനായി ചിന്തിച്ചു വന്നത് ശബത്തിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്നുള്ള വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ സാന്റിഫിക്കേഷൻ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ 22-ാം വാക്യത്തിന്റെ 1-ാം ഭാഗത്തിൽ നിന്നാണ്. അതെ, ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളിൽ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. നോക്കുക, അപ്പോൾ ലേവ്യരോട് പറയുന്ന വാക്കാണ്. അവര് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി കുറെ വിശ്വാസികളെ ഒരുക്കുവിൻ എന്നല്ല പറഞ്ഞത്. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. എല്ലാവരും ശിഷ്യരാണ്. അപ്പോസ്തലപ്രവൃത്തി പല സ്ഥലത്തും വായിക്കുമ്പോൾ അവിടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ഒരു ശിഷ്യ ഉണ്ടായിരുന്നു എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അനുഗാമികളാകുക എന്നുള്ളതാണ് അതിനകത്ത്. നമ്മുടെ മോഡൽ ക്രിസ്തു മാത്രമാണ്. നമുക്ക് പൂർണ്ണമായി അനുഗമിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കുവാനും നമുക്ക്
ജീവിതത്തിൽ പ്രായോഗികമാക്കി എടുക്കുവാനും ക്രിസ്തുവാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. നാം വളരേണ്ടത് ഒരു പാസ്റ്ററിന്റെ തലയോളമല്ല, ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററിന്റെ തലയോളമല്ല, ഒരു ഓവർസിയറിന്റെയോ സൂപ്രണ്ടിന്റെയോ വേൾഡ് വിഷൻ ഡയറക്ടറിന്റെയോ തലയോളം വളരാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന ഒരു മനുഷ്യരെയും പോലെ വളരാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രത്യുത നാം ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവർക്കേ ക്രിസ്തുവിൽ ജീവിപ്പാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, ക്രിസ്തുവിന്റെ വചനങ്ങൾ പിതാവിന്റെ ഇഷ്ടം പുത്രൻ അനുസരിച്ചതും നിവർത്തിച്ചതും പോലെ നാമും ക്രിസ്തുവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനായുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ ആവശ്യം. ക്രിസ്തീയ ജീവിതം കുറെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആ നിറഞ്ഞ വയലിന്റെ കൊയ്ത്തിന് വേണ്ടി ദാഹിച്ചിറങ്ങുന്ന ഒരു കൊയ്ത്തുശാലയല്ല ആമേൻ ക്രിസ്തീയ ജീവിതം. പ്രത്യുത സഹനത്തിനും ത്യജിക്കലിനും വേണ്ടി, സെൽഫ് ഡിനായിങ്, തന്നെത്താൻ ത്യജിക്കുക, ക്രൂശ് എടുക്കുക. കർത്താവിന്റെ ക്രൂശ് എടുക്കാനല്ല. പണ്ട് കഷ്ടാനുഭവ നാളുകളിൽ ഞങ്ങള് ഉറുകുന്നിലുള്ള കുരിശുമല കയറാൻ പോയിട്ടുണ്ട്. പല ആളുകളും സെന്റ് തോമസ് മൗണ്ട് കയറാൻ പോകും, പിന്നെ മലയാറ്റൂര് പോകും, വലിയ മുട്ടം കുരിശുമൊക്കെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് എടുക്കാൻ പറഞ്ഞ കർത്താവിന്റെ കുരിശല്ല, കർത്താവ് എടുക്കാൻ പറഞ്ഞത് എന്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീനെന്നാണ് യേശു പറഞ്ഞത്. പിന്നെന്താ? ഓരോരുത്തർക്കും കുരിശുണ്ട്. ഓരോരുത്തരുടെയും അവരവരുടെ ക്രൂശാണ് എടുക്കേണ്ടത്. അപ്പൊ ക്രിസ്തീയ ജീവിതം ക്രൂശ് നിന്നയെ കാണിക്കുകയാണ്. അതെ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് കാണുകയാണ്. എന്നാൽ കർത്താവ് ഒരിക്കലായി സകല ശാപങ്ങളെയും കാൽവറിയിൽ വഹിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചതിനാൽ നാം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലായിരിക്കുന്നിടത്തോളം കാലം ഇനി 1,00,000 പേര് തലേ കൈവച്ച് നിങ്ങളെ പ്രാഗിയാലും ശാപം നിങ്ങളുടെ വീടിന്റെ വക്കോളം പോലും എത്തുകയില്ല. പണ്ടത്തെ അമ്മച്ചിമാരുടെയൊക്കെ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇടിവാള് വീഴണമേ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര വാക്കുകളൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ നമ്മളെ അനുഗ്രഹിക്കാനായി വിളിച്ചിരിക്കുന്നത്, ശപിക്കാനല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ. നമ്മൾ ഒരു വീട്ടിൽ പാദം വെച്ചാൽ നിങ്ങളിലുള്ള സമാധാനം അവർക്ക് അർഹതയുള്ള വീടാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതിന് യോഗ്യരായിട്ടുള്ളവരില്ലെങ്കിൽ അത് തിരിച്ചു വരും. നിങ്ങൾ ഒരു സിറ്റിയിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ ഒരു വില്ലേജിൽ, അല്ലെ നിങ്ങളുടെ ഏരിയയിൽ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഓർത്തോണം. അവിടെ ദൈവത്തിന്റെ സമയമായെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ ഒരു സമാധാനപുത്രനെ ഒരുക്കിയിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ ആ നിങ്ങളിലുള്ള സമാധാനം അങ്ങോട്ട് ചെല്ലും. നിങ്ങളിലുള്ള സമാധാനം എന്ന് പറയുന്ന ആരുടെയാ? ദൈവം നമ്മളിൽ തന്ന സമാധാനം. ആ സമാധാനം നിങ്ങളൊരു വീടിന് അടുക്കി ചെല്ലുമ്പോൾ, യെസ്, ഈ ഭവനത്തിന് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുവീൻ. അതിന് യോഗ്യരോ അർഹതയോ ഉള്ളവരോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേഴ്സി അങ്ങ് മുടിഞ്ഞു പോകട്ടെ എന്നൊരാൾ അങ്ങ് വായി തുറന്ന് പറയുക. അപ്പോൾ ആ ശാപം നിങ്ങളുടെ വീട്ടിന്റെ വാതക്ക് വരുമ്പോൾ മേഴ്സി മുട്ടയില്ല. അല്ലെ, വചനവും ധ്യാനിച്ച് ആത്മാവിൽ നേരത്തെ പാടിയ ഗീതം പോലെ മനോഹരമായ ആ ആത്മസാന്നിധ്യം പകരുന്ന ആ ഗീതമൊക്കെ പാടി നടക്കുക. അപ്പൊ വാതിലിൽ വന്ന് നോക്കുമ്പോ എന്താ? മേഴ്സിയിൽ സ്ഥലമില്ല, ആനിയിൽ സ്ഥലമില്ല, ഐഡയിൽ സ്ഥലമില്ല, ജിൻസിയിൽ സ്ഥലമില്ല. ഓക്കെ, ഞാൻ നിങ്ങളുടെയൊക്കെ പേര് വിളിക്കുന്നത് ക്യാമറയിൽ നിങ്ങളെ കാണാവുന്നുണ്ടോ? ബാക്കിയുള്ളവരുടെ എല്ലാം നിങ്ങളുടെ പേരങ്ങ് നിങ്ങൾ തന്നെ വിളിച്ചു. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഇത് വാതൊക്കെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്താ? അവിടെ വചനവും ധ്യാനിച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് ക്രിസ്തുവിൽ ആരംഭിച്ച ഒരു ജീവിത പങ്കാളിയോട് ഒരുമിച്ച് കർത്താവ് യാത്ര ചെയ്യുകയാണ്. ആ വചന ധ്യാനത്തിലൂടെ അവർ ആരംഭിച്ച അന്നത്തെ ജീവിതത്തിൽ കിട്ടിയ വാക്തത്വങ്ങളും ധ്യാനിച്ച് നടക്കുമ്പോൾ ഈ ശാപത്തിന്റെ ശക്തിയൊക്കെ പുറകെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ല. പിന്നെന്താ സംഭവിക്കുന്നത് അറിയാ? ഇത് തിരിച്ചങ്ങ് പോകും. ശപിച്ചവൻ ആരാണോ ഇത് അവിടോട്ട് എന്ന് ശപിക്കപ്പെട്ടു പോകും.
സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പല വീടുകളും ഒരുപാട് ആളുകളെ ചതിച്ച് വഞ്ചിച്ച് പിടിച്ചു പറിച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് നിർബന്ധിച്ചു കൊടുക്കും പലചരക്ക് കടകളിൽ. അങ്ങനെ ഒരുപാട് പൈസ ആയി കഴിയുമ്പത്തേന് അവര് തന്നെ പറയും, ഓ അച്ചായ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഇനി തരാനായിട്ട്, ഇനി ഞങ്ങളുടെ വസ്തു വിറ്റേ പറ്റത്തുള്ളൂ. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ 30 രൂപ 50 രൂപ 100 രൂപയൊക്കെ കൊടുത്താൽ അരേക്കർ സ്ഥലം കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? കുറേശ്ശെ സ്ഥലങ്ങൾ എഴുതി മേടിക്കും. എന്നാൽ പിന്നത്തേതിൽ വന്നപ്പോഴേക്കും അവരുടെ തലമുറകളെല്ലാം ഭയങ്കര തകർച്ചയിലേക്ക് കടന്നുപോയി. കാര്യം എന്താ? നിലവിളിയുടെ, കണ്ണുനീരിന്റെ, പിടിച്ചുപറിയുടെ ഒക്കെ ആ തലങ്ങളായിപ്പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, നാമെ വിളിച്ച വിളിക്കൊത്തവണ്ണം നമ്മൾ കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് പരിശുദ്ധാത്മാ നമ്മളെ ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമ്മൾ 13-ാമത്തെ അധ്യായം അതിന്റെ 22-ാം വാക്യം ഇന്നും രാവിലെ വായിക്കുകയാണ്. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും, ആമേൻ, അത്രയും ഭാഗം നിൽക്കുകയാണ്. വീണ്ടും 4-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വരികയാണ്, സാന്റിഫിക്കേഷൻ എന്നുള്ള വാക്ക്. ഇന്നലെ രാത്രിയിൽ നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ അതെ, നമ്മുടെ കർത്താവ് പറഞ്ഞതായ 13 കൂട്ടം പാപത്തെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ അതെ 15 കൂട്ടം പാപത്തെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിപ്പാനിടയായി. അതിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: വർക്ക് ഓഫ് ദ ഫ്ലഷ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. എന്താണ് വർക്ക് ഓഫ് ദ ഫ്ലഷ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്? അപ്പോൾ ജഡത്തിന്റെ പ്രവർത്തികളോ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ വർക്ക് ഓഫ് ദ ഫ്ലഷ്. പിന്നെ ആത്മാവിന്റെ ഫലങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദി ഓപ്പോസിഷൻ ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. നോക്കുക, ജഡവും അതേ ആത്മാവും തമ്മിൽ എതിരായി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അതില് നമ്മൾ കാണുന്നത് ഇത് ഓരോ കാര്യങ്ങളും സംസാരിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളോട് ഓർക്കണം. അപ്പോൾ വിശുദ്ധീകരണത്തിനായി നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് ആണ് അശുദ്ധി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. 1 തെസ്സലോനി 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. ചില വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യം. പ്രൈസ് ഗോഡ്. യോഹന്നാൻ 17-ന്റെ-17 നമ്മൾ കാണുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയാണ്. 1 തെസ്സലോനി 4-ന്റെ 7 ഒരാളെടുത്ത് വായിച്ചാട്ടെ. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അത് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിന്റെ സിംഹാസനം കണ്ട്, ആരാധന കണ്ട്, സ്തുതിയുടെ ശബ്ദം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു കാര്യം ബോധ്യമായി, അയ്യോ, ഞാന് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യനാണ്. ആരാണ്? സാമാന്യപ്പെട്ട ആളാണ് പറയുന്നത്. രാജാക്കന്മാരോട് പ്രവചിക്കുന്നയാളാണ് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാഴ്ചപ്പാട് ശരിയായി വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ കാണാൻ കഴിയുള്ളൂ. നമുക്ക് കാഴ്ചപ്പാട് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വേറൊരാളുടെ കുറ്റം ചിതഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയല്ല? 1 തെസ്സലോനി 4-ന്റെ 7 എന്താ? ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ചാട്ടെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 15, 16 വാക്യങ്ങൾ കൂടെ 14 മുതൽ വായിക്കാം. മുമ്പ് നമ്മൾ ആയിരുന്ന
ആ നമ്മുടെ അജ്ഞതയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് കുറച്ച് ദുഷിച്ച ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആ ദുഷ്കാമ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന്, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം? 15-ാം വാക്യം, എന്നാൽ നിങ്ങളെ വിളിച്ചവൻ ആരാണ്? വിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? 15-16 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളെ വിളിച്ച് വിശുദ്ധരൊത്തവണ്ണം ആ, അനുസരണമുള്ള മക്കളായി എല്ലാ അപ്പോൾ ദൈവം നടപ്പിലും നമ്മളെ വിശുദ്ധരാകുക. വിളിച്ചത് പരിശുദ്ധനായ ദൈവമാണ്. അതിന് തക്കവണ്ണം നമ്മൾ അനുസരണമുള്ള മക്കളായി എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടെ ജീവിക്കണം. 16-ാം വാക്യം എന്ത് പറയുന്നു? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കുക, റെഫറൻസുകൾ നിങ്ങൾ തെറ്റാതെ എഴുതി വെക്കണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് അതേ കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ജീവിത വിശുദ്ധിയുടെ ആവശ്യകതയെ കുറിച്ച് കർത്താവിന്റെ വചനം വളരെ സ്പഷ്ടമായും ഹൃദ്യമായും സംസാരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. അതേ 5-ാം അധ്യായം 3-ാം വാക്യം എടുത്തു വായിച്ചാട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയില് പറഞ്ഞാട്ടെ, ദുർനടപ്പും യാതൊരു അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പോ, അങ്ങനെ യാതൊരുവിധ അശുദ്ധിയോ എന്ത് ചെയ്യാൻ പാടില്ല, പേർ പോലും അരുത്. നോക്കുക, അപ്പോൾ ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ യാതൊരുവിധ അശുദ്ധിയോ ദുർനടപ്പോ, അതേ പേർ പറക പോലും അരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് അടുക്കരുത് എന്ന് ദൈവം പറയുന്നു. കാര്യം എന്താ? നീ നിൽക്കുന്ന സ്ഥലം എന്താണ്? വിശുദ്ധമാണ്. ആകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത് വിശുദ്ധനായ ഒരു ദൈവത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെ പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം, കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. വായിക്കാം, 20-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, വിശുദ്ധീകരിച്ച് നിങ്ങൾ വിശുദ്ധമായ ജീവിതം നയിക്കണം. ഇനി നിങ്ങൾ ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരിക. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യെസ്, യഹോവയായ ഞാൻ പരിശുദ്ധനാകൊണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിപ്പീൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത് ജീവിത വിശുദ്ധിയുടെ ആവശ്യകതയെ കുറിച്ചാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ആമേ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും നിങ്ങളുടെ ശരീരങ്ങളെ നോക്കുക. ഈ നമ്മൾ മനുഷ്യനിൽ 3 ഘടകങ്ങളാണുള്ളത്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. പ്രൈസ് ഗോഡ്. ഈ ദേഹിക്കാണ് ഇഷ്ടങ്ങളെല്ലാം ഉള്ളത്. ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഞ്ചിൻ പോലെ മാത്രമേ ഉള്ളൂ. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ദേഹിക്കാണുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ശരീരത്തിന് ആവശ്യം ആഹാരം മാത്രമാണ്, ശരീരത്തിന് ആവശ്യം വെള്ളമാണ്. അപ്പോൾ നമുക്കിപ്പോൾ പരദാഹം വന്ന് ഒരു 2 ലിറ്റർ വെള്ളം കുടിച്ചു, കുടിച്ച് നമ്മുടെ ദാഹം ശമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ മുന്നിൽ വന്നാലും പിന്നെ കുടിക്കാൻ തോന്നത്തില്ല. പറയാം, അവിടെ വെച്ചേരെ, ഞാൻ പിന്നെ എടുത്തോളാം. എന്നാൽ നമ്മുടെ ദേഹി പറയും എന്താണെന്ന് അറിയാം, എനിക്കിപ്പം ഈ പച്ചവെള്ളം ഒന്നും പറ്റത്തില്ല, എനിക്ക് ആവശ്യം എനിക്കിപ്പോ ജ്യൂസാണ്. പ്രൈസ് ലോർഡ്. പണ്ട് കുടുംബജീവിതത്തിൽ ഇച്ചിരി അസ്വസ്ഥതയുണ്ടായ 2 കുടുംബത്തെ കുറിച്ചുള്ള സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരാള്
രാവിലെ വഴക്കുണ്ടായി വയലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എടി ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. ഭാര്യ നോക്കിയിരിക്കുക ഒന്ന് പക വീട്ടാൻ. തിളച്ച വെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ കൊണ്ടു കൊടുത്തു. ബാക്കി നിങ്ങളോട് ഞാൻ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ക്ഷീണിച്ചു വന്ന ഒരാൾ ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കുടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ മറ്റൊരാൾ വയലിൽ പോയിട്ട് വന്നപ്പോൾ വഴക്കിട്ട സഹോദരിയാണ്. ഉച്ചഭക്ഷണത്തിന് വന്ന് തൻ്റെ പ്രിയപ്പെട്ടവൻ ഇരിക്കുകയാണ്. അപ്പോൾ ചോറ് വേണ്ടും വണ്ണം വാർത്തിട്ടില്ല, മനഃപൂർവ്വമാണ്. അതിൽ അല്പം വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്നാടി കൊച്ചേ, നീ ഇത് ഇടവപ്പാതി പോലെയാണല്ലോ ഇന്ന് അരി വാർത്തത്. പുള്ളിക്കാരി ബാക്കി ഇരുന്ന കഞ്ഞിവെള്ളം കൊണ്ട് അത് ഒഴിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ തിലാമഴ പോലെ ആയല്ലോ, നിങ്ങൾ കുടിച്ചോ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പക വീട്ടുവാൻ നമ്മൾ ഒരിക്കലും തുനിയരുത്. ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നത് എന്താണ്? അതെ, 2 കാര്യം. വർക്ക് ഓഫ് ദി ഫ്ലഷ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ജഡത്തിന്റെ പ്രവർത്തികളും ആത്മാവിന്റെ ഫലങ്ങളും. ഇത് രണ്ടും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിഷൻ ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ഇത് രണ്ടും എതിരായിട്ടുള്ള കാര്യമാണ്. അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന 13 കാര്യങ്ങളും പൗലോസ് പറഞ്ഞ 15 കാര്യങ്ങളുമുണ്ട്. നമ്മൾ അല്പം അതിലേക്ക് പഠനത്തിനായി ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് ദൈവവചനം വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ തിരിച്ചറിയുവാൻ ഞാൻ തിരുനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഗലാത്യയിലുള്ള ജനങ്ങളോട് ആത്മാവിന്റെ ഫലങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ജഡത്തിന്റെ പ്രവർത്തികളെക്കുറിച്ചും വളരെ വിശാലമായി സംസാരിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഗലാത്യയിലുള്ള ആളുകളുടെ ഒരു ക്യാരക്ടർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സ് ചാഞ്ചാട്ടമുള്ള മനസ്സായിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞ്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് ഒരു ഭാഗത്തിൽ വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ ദേശത്ത് ചെന്നപ്പോൾ, തൻ്റെ കയ്യാൽ വീര്യപ്രവർത്തികൾ നടന്നപ്പോൾ, മുടന്തനൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവരെ അതിനെ വളരെ ദൈവമായിട്ട് അവരെ കാണാൻ ശ്രമിച്ചു. പക്ഷെ ഉപദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവനെ കല്ലെറിയാൻ കല്ലെടുത്തു. അതുകൊണ്ട് അവരുടെ മനസ്സ് ഓരോ സാഹചര്യത്തിനകത്ത് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു സ്വഭാവ രീതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദുർനടപ്പ്, അശുദ്ധി, ഈ 2 വാക്കിൽ നിന്ന് നമ്മൾ അല്പകാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവമക്കളെ പരസ്പരം സംതൃപ്തരാക്കുന്ന ഘടകം തിരുവചന വെളിച്ചത്തിൽ ആത്മാവിന്റെ ഫലങ്ങളാണ്. അപ്പോൾ ഈ ദുർനടപ്പ് അല്ലെങ്കിൽ അതിനെ വ്യഭിചാരം എന്നൊരു വാക്കൂടെ അതിനോട് ആഡ് ചെയ്ത് ചില വേർഷനുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്? അത് വൾഗേറ്റ്, ലാറ്റിൻ, സിറിയക്, എത്യോപ്പിക് അങ്ങനെയുള്ള പതിപ്പുകളിലൊക്കെ ഈ വാക്കുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് വിവാഹ കിടക്കയുടെ മലിനീകരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 2 വ്യക്തികൾ ചെയ്യുന്ന അശുദ്ധിയെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അശുദ്ധി എന്ന് പറയുന്നത് ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള എല്ലാ അശുദ്ധിയുടെയും പൊതുവായ പേരാണ് അശുദ്ധി എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ പാപത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമാണ് ദുർനടപ്പ്, അല്ലെങ്കിൽ ദാമ്പത്തിക സന്തോഷത്തെ നശിപ്പിക്കുന്ന കാര്യമാണ്. കുടുംബത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിഷയമാണ് ദുർനടപ്പ്. അത് ആ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒന്നാണ്. അവർക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യം നഷ്ടപ്പെടുത്തുകയാണ്. മക്കളെ മാതാപിതാക്കളിൽ നിന്നും അകറ്റുകയാണ്. ഇത് അവരുടെ വിദ്യാഭ്യാസത്തെ ഭയങ്കരമായി ബാധിക്കും. അവരുടെ ഉള്ളിൽ ഭയങ്കരമായ അവഗണനകൾ ഉണ്ടാകും. ദുർനടപ്പിൽ പെട്ടുപോയ ഒരു വ്യക്തി, ഒരിക്കൽ അകപ്പെട്ടുപോയ വ്യക്തി വളരെ പ്രാർത്ഥിച്ചും വളരെ അനുദപിച്ചും വളരെ നെടുവീർപ്പെട്ടും ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞും മടങ്ങി വന്നെങ്കിൽ മാത്രമേ ആ വ്യഭിചാരാത്മാവ്, ദുർനടപ്പിന്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ് അവര് വിട്ടുപോകുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, റൂട്ട് മാറി ജീവിക്കുന്ന അന്യജഡദാഹികളായ, അന്യജഡമോഹികളായ ഒരു സ്ത്രീയോ പുരുഷനോ
ഉണ്ടെങ്കിൽ അവരിൽ ഈ ദുരാത്മാവ് വ്യാപരിക്കും. ആ സിമിലറായുള്ള ക്യാരക്ടറുള്ള ആളുകളെ കണ്ടാൽ ചിന്തകന്മാര് പറയുന്നത് ആ സ്പിരിറ്റ് തമ്മിൽ അട്രാക്റ്റീവ് ആയിട്ട് അവർ തെറ്റായ വഴികളിലേക്ക് വീണ്ടും തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഡൽട്ടറി ആൻഡ് ഐഡലട്രി, വ്യഭിചാരവും വിഗ്രഹാരാധനയും ദൈവം ഭയങ്കരമായി വെറുക്കുന്ന പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് പൊതുമര്യാദയുടെ നഗ്നമായ ലംഘനമാണ് ഈ ദുർനടപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏതിനോടൊക്കെയാണ് എതിർത്ത് നിൽക്കേണ്ടതിന്, എന്തിനെയൊക്കെയാണ് നമ്മൾ വിലമതിക്കേണ്ടത്, എന്തിനെയൊക്കെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ഡീപ്പായി ശ്രദ്ധിച്ച് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നാം തിരിച്ചറിയണം ആത്മാവിന്റെ ഫലം, ജഡത്തിന്റെ ഫലം. ഏതെല്ലാം തരങ്ങളിൽ നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയണം. അതേ സഹോദരങ്ങളെ, ഈ ദുർനടപ്പിനെ കുറിച്ച് ദൈവവചനം പറയുന്നത് അതേ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് അശുദ്ധി എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദ്വയാർത്ഥങ്ങളിലുള്ള സംസാരം, ആംഗ്യ ഭാഷകൾ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം അശുദ്ധിയുടെ ഭാഗമായി വരുന്നുണ്ട്. കാരണം തിരുവചന വെളിച്ചത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാത്ത തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ചായുന്നുവെങ്കിൽ നാം തിരുവചന വെളിച്ചത്തിൽ നാം അതിനെ വിവേചിച്ചറിയുവാൻ തയ്യാറാകണം. ഇവിടെ പറയുകയാണ് ദുർനടപ്പ്, അശുദ്ധി, ഇനി താഴെ പറയുന്നത് എന്താണ്? ദുഷ്കാമം. അപ്പോൾ ഒരു ചിന്തകൻ പറയുന്നത് ഒരു കുടുംബ ജീവിതത്തിൽ ദുർനടപ്പിന്റെ സാധ്യത ഉണ്ടാകാതെ ഇരിക്കുവാനാണ് ദൈവം വിവാഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ വിവാഹം വെച്ചിരിക്കുമ്പോൾ അത് ദമ്പതികൾക്ക് വചന വെളിച്ചത്തിൽ സ്ത്രീക്ക് പുരുഷന്റെ മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന് ദൈവം നൽകിയ ജീവിത പങ്കാളിയിൽ മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ മേൽ പുരുഷന് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് പുരുഷന്റെ മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവും ദൈവം വച്ചിരിക്കുന്നതാണ്. അപ്പോൾ പരസ്പരം ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അവൈലബിൾ ആകാതെ ഇരിക്കുമ്പോൾ സാത്താൻ അവരുടെ ഇഷ്ടങ്ങളുടെ മേൽ കയറിയിട്ട് തെറ്റായ വഴികളെ തിരഞ്ഞെടുക്കും. അവരുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കുവാനായി പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അരികിലേക്ക് പോകും, അല്ലെങ്കിൽ മോശമായ ഇതര തരത്തിലുള്ളതായ മോശമായ വീഡിയോകൾ കാണാനായിട്ട് കടന്നു പോകും, അല്ലെങ്കിൽ ഫോണിയോഗ്രാഫിക്ക് അഡിക്റ്റഡ് ആയി മാറും, അല്ലെങ്കിൽ സ്വവർഗ തലത്തിലേക്ക് പോകും. ഇതെല്ലാം പൈശാചികൻ ഓരോ വ്യക്തികളുടെ മനസ്സിന് കടുംപിടുത്തം പിടിച്ചു പോകുന്നതാണ്. ഇത് നമ്മൾ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പും അശുദ്ധിയും പേർ പറക പോലും അരുത്. ആത്മീയ ഗോളത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി അവൻ ചിറാലിക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അശുദ്ധമായ തലങ്ങളിലേക്ക് മനുഷ്യനെ റൂട്ടുമാറി വിടാൻ പൈശാചിക മണ്ഡലം സമ്മർദ്ദം നൽകുന്നതിന്റെ കാരണം ഒന്നുകിൽ ജീവിത പങ്കാളികൾ പരസ്പരം അവൈലബിൾ ആകാതെ പോകുന്നു എന്നുള്ളതാണ്. ഇത് തിരുവചന വെളിച്ചത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പരസ്പരം സമയം ചിലവിടുവാനും പരസ്പരം കേൾക്കുവാനും ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന വിചാരങ്ങളെ വിശുദ്ധമായ വഴിയിൽ നയിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന രഹസ്യ സ്വാതന്ത്ര്യത്തെ ആ തലങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ അടങ്ങുന്നു, ആഗ്രഹങ്ങൾ അടങ്ങുന്നു. അത് ദൈവഹിതപ്രകാരമുള്ള ശരിയായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുവാനും കാരണമായി തീരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റായ സന്ദേശങ്ങൾ, തെറ്റായ ചുവയുള്ള വാക്കുകൾ, സിംബലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ആളുകൾ കൈമാറുമ്പോൾ ഓർത്തുകൊള്ളണം, സാത്താൻ ആ ലൂപ്പ് ഹോളിലൂടെ എൻട്രി ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. ദൈവവചനത്തിൽ കാണുന്നു സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ. എന്താണ്? അന്യദേഹികളെ വേട്ടയാടുവാൻ
വിശേഷമായ തന്ത്രങ്ങളും സൂത്രങ്ങളും ഉപായങ്ങളും വശീകരണങ്ങളും സാത്താൻ പല വിധത്തിൽ നടത്തും. അനാവശ്യമായി ഫുഡ് ഉണ്ടാക്കി ചിലയിടത്ത് കൊടുത്ത് വീടുകളെ സ്വാധീനിക്കും. ചിലരുടെ ഡ്യൂട്ടി ടൈം നോക്കിയിട്ട് ആബ്സെന്റിൽ പോയി കൊച്ചുവർത്താനം പറയാനായി ഇരുന്നു കൊണ്ട് പരസ്പരം സ്വകാര്യ കാര്യങ്ങൾ പങ്കുവെച്ച് ആ ഇമോഷൻ പാപത്തിലേക്ക് നയിച്ച പല സംഭവങ്ങൾ ശ്രദ്ധയിൽ കൗൺസിലിംഗിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കിടപ്പറയിലെ കാര്യം നിങ്ങളുടെ ജീവിത പങ്കാളി മാത്രം അറിയേണ്ട കാര്യമാണ്. മുപ്പരിച്ചർ വേഗത്തിൽ അറ്റുപോകുകയില്ലെന്നാണ്. മനുഷ്യൻ നിങ്ങൾ എന്ത് കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയി സംസാരിക്കാൻ ശ്രമിക്കുക. ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചു കളയുക. ഒരിക്കൽ ജീവിതത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, അത് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കളയുവാനും വീണ്ടും അവരൊരു പാപത്തിലേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിൽ ആശ്രയിച്ചവരുടെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാനൊരു ചെറുപ്പക്കാരനെ കൗൺസിൽ ചെയ്ത സമയത്ത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. അദ്ദേഹം വിവാഹിതനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 60-ൽ പരം സ്ത്രീകളുമായി താൻ പാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കുക, പിശാച് വലിച്ചിഴയ്ക്കുന്ന എത്രയോ തലങ്ങളാണ്. തിരുവചനം പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി. അതേ, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോട് ദൈവത്തെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായി മാറണം, കഴുകൽ പ്രാപിക്കണം. അതെ, അതുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ, മോശമായ സ്വകാര്യ ഭാഗങ്ങൾ ആളുകൾ നിങ്ങൾക്ക് പിക്ചറുകൾ അയച്ചാൽ ഓർത്തിരുന്നു കൊള്ളണം. ബ്ലോക്ക് ചെയ്യേണ്ട ടൈമായി. പാടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ പിക്ചർ ചോദിച്ചാൽ ഓർത്തുകൊള്ളണം, ഇത് തെറ്റായ വഴികളിലേക്ക് നയിക്കാനുള്ള തുടക്കമാണ് എന്ന്. വചനവിരുദ്ധമായ സംഭാഷണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ദൈവത്തിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ സാത്താൻ ഒരുക്കുന്ന മാർഗമാണ്. ചില ആളുകളുടെ കഷ്ടത ചില ആളുകൾ കേൾക്കാൻ തയ്യാറാകും. നമ്മളിൽ നിന്ന് കേൾക്കാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോഴാണ് മറ്റ് ചിന്തകളിലേക്ക് മനുഷ്യർ പോകുന്നത്. ഓഫീസുകളിലുള്ള സ്ഥിരം ടേബിളിൽ, ക്യാബിനുകളിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച എത്രയോ ജീവിതങ്ങൾ പിന്നത്തേതിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു പറയും. എത്രയോ ബന്ധങ്ങൾ. ഈ അടുത്ത സമയത്ത്, എനിക്ക് സ്ഥലം പറയാൻ പറ്റില്ല, അതേ, ഒരു രാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ ക്യാൻസർ രോഗിയാണ്. കുഞ്ഞുങ്ങൾ 2 ഉണ്ട്. പക്ഷേ ജീവിത പങ്കാളി ഓഫീസിലുള്ള ലേഡിയുമായിട്ട് യാത്രയാണ്, ഓഫീസ് ടൂറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്നും പോക്കറ്റിൽ നിന്നുമൊക്കെ ഹോട്ടലുകളുടെ ബില്ലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എത്ര വേദനാജനകമായ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത പാലിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണെന്ന് ഓർക്കണം. ഇവിടെ വിള്ളലുണ്ടാകുമ്പോൾ, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലര് പറയുമോ 19 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമല്ല. മനുഷ്യന്റെ ശ്വാസം പോകുന്നിടം വരെയും ഇതിന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും എല്ലാം ഉണ്ട്. തെറ്റായ ധാരണകൾ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ തിരുവചന വെളിച്ചത്തിൽ ഇതിനെയൊക്കെയും അതിജീവിപ്പാൻ നമുക്ക് ആവശ്യമുള്ളത് ദൈവഭയമാണ്. നമുക്ക് ആവശ്യം ദൈവവചനമാണ്. നമുക്ക് ആവശ്യം തുറന്ന സംഭാഷണങ്ങളാണ്. ആരുമായിട്ട്? അവരവരുടെ കുടുംബ ജീവിതമായിട്ട്. എത്രയോ കുഞ്ഞുങ്ങളാണ് ഇന്ന് വിവാഹത്തിന് തയ്യാറാകാത്തത്. കാരണം കുടുംബ ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങളാണ് അവരുടെ മനസ്സിനെ ഇടിക്കുന്നത്. എത്രയോ വ്യക്തികൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ടവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ എൻ്റെ ഭാര്യയെ കൊല്ലാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞു, വണ്ടി ഇടിച്ച് അവൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ അവളെ വണ്ടി ഇടിച്ച് എനിക്ക് കൊല്ലണം. ഞാൻ പറഞ്ഞു, കൊല്ലുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക് 2 പേരൂടെ വന്നിട്ട് മരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം താമസിപ്പിച്ചു, സംസാരിച്ചു. ദൈവം അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു യോജിപ്പിച്ചു. 65 വയസ്സും 58 വയസ്സുമുള്ള, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അത്രയും പ്രായമുള്ള ഒരു പ്രിയപ്പെട്ടവൾ, അന്ന് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിരിക്കുന്ന സമയം ഒരു പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചു പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ ഒരു കുടുംബത്തെ കൊണ്ടുവരികയാണ്, അവിടെ ഒരു അഡ്മിഷൻ എടുക്കാൻ. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആ സ്ത്രീ അദ്ദേഹത്തെ മോശമായ വാക്കുകളോട് പറഞ്ഞാണ് മുറിയിലോട്ട് കയറുന്നത്. എനിക്ക് കാര്യം പിടികിട്ടി. അവരല്പം വയലന്റ് ആയെന്ന് എനിക്ക് മനസ്സിലായി. വെള്ളമൊക്കെ കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് വെള്ളവും തണ്ണിയൊന്നും വേണ്ട. അപ്പൊ മനസ്സിലായി ആള് നല്ല ഹൈപ്പറിലിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ശാന്തമായി 2 പേരെയും കൊണ്ട് ഞാൻ 2 മുറിയിലേക്ക് പോയി. അവരുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും എടുത്ത് കൊടുത്തേച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ഒരു 10 നല്ല കാര്യം എഴുതാൻ പറഞ്ഞു. അദ്ദേഹം പേനയും പേപ്പറും മടക്കി വെച്ചു.
കാരണം നാളുകളായി കുറെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഭർത്താവിനെ കുറിച്ച് ഒരു 10 നല്ല കാര്യം എഴുതാം. അങ്ങേരിൽ ഒരു നല്ല ഗുണവുമില്ല, എനിക്കൊരു ചുണ്ണാമ്പ് എഴുതാനില്ല. അപ്പൊ ഞാൻ ശാന്തമണ്ട ചോദിച്ചു, പിന്നെ കല്യാണം കഴിഞ്ഞ ആ ദിവസം എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നു? അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആ ദിവസത്തിലുള്ള നിങ്ങൾക്ക് പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു 10 കൂട്ടം ഗുണം ചുമ്മാ അങ്ങ് എഴുതാൻ പറഞ്ഞു. അവരാദ്യം ചൂടായെങ്കിലും പെതുക്കെ പെതുക്കെ തണുത്ത് വന്നിട്ട് പെതുക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അപ്പൊ 2 കുഞ്ഞുങ്ങളില്ലേ? ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് സാവകാശം എഴുതിയാൽ മതി. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെന്നപ്പോൾ 2, 3 എന്നും പറഞ്ഞ് കൊച്ചമ്മ എഴുതുന്ന കണ്ടു, മറ്റേതും എഴുതുന്ന കണ്ടു. അല്പനേരം കഴിഞ്ഞപ്പോഴത്തേന് 10 എണ്ണത്തിൽ 9 എണ്ണം അദ്ദേഹം എഴുതി. 10 കൂട്ടം കാര്യം ഭാര്യയും എഴുതി. അപ്പോൾ അവരെഴുതി കഴിഞ്ഞേച്ച് അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ കുറച്ച് കാം ഡൗൺ ആയി, ഒത്തിരി താഴേക്ക് വന്നു. ഞാൻ ഭാര്യ എഴുതിയത് മേടിച്ചു, ഭർത്താവ് എഴുതിയതും മേടിച്ചു. ഭർത്താവ് എഴുതിയത് ഭാര്യയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്ത് ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു. നിങ്ങളെ കുറിച്ച് ഭർത്താവ് എഴുതിയ ഗുണങ്ങളാണ്, അങ്ങേരാന്നോ എന്നെ കുറിച്ച് എഴുതിയത്? 1-2 എണ്ണം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അച്ഛൻ എഴുതിയതാണോ? വീണ്ടും അടുത്തത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, അച്ചാച്ചൻ തന്നെ എഴുതിയതാണോ ഇത്? പിന്നെ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ടവൻ എഴുതിയതാണോ? വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങേര്, അത് കഴിഞ്ഞ് അച്ചായൻ, പിന്നെ അച്ചാച്ചൻ, പിന്നെ എന്റെ പ്രിയപ്പെട്ടവൻ. സ്തോത്രം. ഭാര്യ ഭർത്താവിനെ കുറിച്ച് എഴുതിയ കാര്യം അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വായിച്ചേച്ച് ഞാൻ കാണുന്ന കണ്ണുനീര് അതിൽ വരികയാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഹാളിലേക്ക് പുള്ളിക്കാരി, ഫസ്റ്റ് ഫ്ലോറിൽ ഹാളിലേക്ക് പുള്ളിക്കാരി ഇറങ്ങി വന്നു. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു, സിസ്റ്റർ ഇതാ വെളിയിലിട്ടിറങ്ങി, കരുവാളിച്ച് മുഖം മാറി, മുഖത്തിനൊരു പ്രസന്നത. എന്നിട്ട് ഇദ്ദേഹം ഹാളിലോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ഞാനൊന്നും ചെയ്തില്ല, അദ്ദേഹത്തെ കെട്ടിയങ്ങ് പിടിച്ചിട്ട് പറയാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നോക്കുക, 20 മിനിറ്റിനുള്ളിൽ പ്രശ്നം സോൾവ് ആയി. സ്തോത്രം. അപ്പോൾ താങ്ക് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് താഴെ വന്നിരുന്നപ്പോൾ കീരിയും പാമ്പും പോലെ വന്നവർ ഇപ്പൊ ഹണിമൂണിന് പോകാൻ അടുത്തിരിക്കുന്നവരെ പോലെ അവരടുത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? പരസ്പരം തുറന്ന് സംസാരിക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ. ചിലർ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ സ്നേഹം വയ്ക്കുന്ന ഒരു ഭർത്താവിനോടല്ല താല്പര്യം പ്രകടിപ്പിക്കുന്ന, ബോഡി ലാംഗ്വേജ് അവർ ഇഷ്ടപ്പെടുന്നു. അവരുടെ തോളിൽ ഒന്ന് ഹഗ് ചെയ്യാനും, അവരെ ഒന്ന് മനസ്സിലാക്കാനും, അവരുടെ കൂടെ ഇച്ചിരി സമയം ചെലവഴിക്കാനും, അവരിൽ നിന്ന് കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. ഈ അടുത്ത കാലത്ത് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് കൗൺസിലിങ്ങിനായി ഒരു കുടുംബം കടന്നു വന്നു. വളരെ വേദനയിലൂടെ, വളരെ നൊമ്പരത്തിലൂടെ കടന്നു പോവുകയാണ്. അവൾക്ക് എപ്പോഴും മനസ്സിന് ഭാരമാണ് പ്രിയപ്പെട്ടവനെ കുറിച്ച്. ആമീൻ. അദ്ദേഹം കുറെ കൂടെ മണി ഓറിയന്റഡ് ആയിട്ടുള്ള ആളാണ്. നിന്റെ മണി എന്റെ മണി എന്നുള്ള ചിന്താഗതിയാണ്. അത് ഭയങ്കര അപകടമാണ് സഹോദരങ്ങളെ. മൈ മണി യുവർ മണി, നോ ബട്ട് അവർ മണി. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരണം. ധാരാളം കുടുംബങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. തെറ്റായ ധാരണകൾ. അപ്പോൾ ആ സഹോദരിയുടെ തെറ്റായ ധാരണകൾ മാറിയത് അദ്ദേഹവുമായി തുറന്ന് സംസാരിപ്പാൻ, തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭാര്യയിൽ നിന്നുള്ള താനെ പ്രതീക്ഷിക്കുന്നത് എന്താണ്, താനിക്ക് കിട്ടിയത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, അയ്യോ ഇത്രയും കാര്യങ്ങൾ അച്ചാച്ചൻ എന്നെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, അപ്പൊ ഇന്നിന്ന കാര്യങ്ങളോടാണ് ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി തിരുത്താൻ തയ്യാറായി, അദ്ദേഹം തിരുത്താൻ തയ്യാറായി. സഹോദരങ്ങളെ, നാം ഈ ഫ്ലഷിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓഫീസിലെ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരരുത്. IT ഫീൽഡിൽ നിൽക്കുന്നവർ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ, അതേ നേഴ്സിംഗ് ഹോമിന്റെ ഇൻചാർജ് ആയിരിക്കുന്നവർ, പിന്നെ റിസർച്ച് നടത്തുന്നവർ, ചില ആളുകൾക്ക് പഠനം തന്നെ അവരുടെ ഭർത്താവായി മാറിയിട്ടുണ്ട്. ഒരു കേസ് എൻ്റെ അരികിൽ വന്നു. അതേ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അച്ചാച്ച എനിക്ക് ഈ പഠനത്തിന്റെ ഇടയിൽ എൻ്റെ തലയ്ക്കകത്ത് പിടിച്ചിരിക്കുന്നത് എൻ്റെ കരിയറാണ്, അതുകൊണ്ട്
അതുകൊണ്ട് അച്ചാച്ചൻ എന്നോട് ഒന്നും തോന്നരുത്, എനിക്ക് അവൈലബിൾ ആകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സാണ് നല്ലത്. നോക്കുക, എത്ര വേദനാജനകമായ വാക്കുകളാണ് സഹോദരങ്ങളെ. നമ്മൾ തിരിച്ചറിയണം, വിവാഹം നടക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ നിങ്ങൾ നിർബന്ധമായി ദൈവസനയിൽ പ്രാർത്ഥിക്കണം. ഡിഗ്രിയൊക്കെ അതിന്റെ സൈഡിൽ ഇരിക്കട്ടെ, പഠനമൊക്കെ അതിന്റെ സൈഡിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങൾ. അവർക്കൊരു 24-25 വയസ്സാകുമ്പോൾ ആമേൻ, ഒരു 30 വയസ്സിനുള്ളിൽ, 26-27 വയസ്സിനുള്ളിൽ കഴിവതും വിവാഹം നടക്കാനായി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ള, ആ സൗന്ദര്യമുള്ള സമയമുണ്ട്. ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളും പുഷ്ടിയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം മനഃശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ സമയം അത് ശരിയായി ദൈവസന്നിധിയിൽ അനലൈസ് ചെയ്ത് പ്രാർത്ഥിച്ച് അതിന് തക്കതായ ജീവിത പങ്കാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തേണ്ട വീട്ടിലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്താവൂ, നിങ്ങളുടെ വീട്ടിൽ വരേണ്ട ആളെ വരാവൂ, ദൈവഹിതപ്രകാരം ഉള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. പല വിവാഹങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല വിവാഹങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ദൃഷ്ടിയിലുള്ള കണക്കുകൂട്ടലിലൊക്കെ തെരഞ്ഞെടുത്ത പല വിവാഹങ്ങളും പാളിപ്പോയിട്ടുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുന്ന, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തെരഞ്ഞെടുക്കുന്ന ചില ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ സായിപ്പിന്റെ കൂട്ട് വെളുത്ത ആളൊന്നും ആയിരിക്കില്ല, വലിയ കാണാൻ നിറമുള്ള ഒന്നും ആളായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന, മനസ്സിലാക്കുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അതിനർത്ഥം കറമ്പരെ പോയി കെട്ടണമെന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആമേ, ഓരോരുത്തർക്കും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം, എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ 12 വർഷം പ്രാർത്ഥിച്ചിട്ടാ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ശരീരമല്ലായിരുന്നു ആവശ്യം, എൻ്റെ കോളിങ്ങിനനുസരിച്ച്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഡേ ആൻഡ് നൈറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വിശുദ്ധ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എൻ്റെ വൈഫാണ്. ചിലപ്പോൾ കൊച്ചുങ്ങൾ പറയും, എൻ്റെ ദൈവമേ, എൻ്റെ ഡാഡി, ഞങ്ങൾ വീട്ടിലാണ് താമസിക്കുന്നത്, ഡാഡി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടുള്ള ഞാൻ കാണിക്കും, ബാബ കം 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 കം. അവിടെ ഇപ്പൊ 2 ചായ ഇപ്പൊ കൊണ്ടു തന്നു കഴിഞ്ഞു എനിക്ക്. ഓക്കെ, പ്രൈസ് ഗോഡ്. ഇവിടെ വന്നേ, ഒരു മിനിറ്റ് കാണട്ടവര്. ആമേ, ഇതാ കഴിഞ്ഞ 34 വർഷമായി എൻ്റെ മിനിസ്ട്രിക്ക് എനിക്ക് താങ്ങും തണലും എനിക്ക് ആശ്വാസമായിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളാണ്. എന്നെ എടുത്ത് ഒരുപാട് പ്രാവശ്യം ബാത്റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവളുടെ മനസ്സും ശരീരവും ഹൃദയവുമെല്ലാം. ഇന്നലെ രാത്രി 2:30-ക്കാണ് അവൾ ഉറങ്ങിയത്. ഇന്നിപ്പോ രാവിലെ 4 മണിയായപ്പോഴത്തേന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഉറക്കമൊക്കെ വളരെ കുറവാണ്. 2 നേരം ഷുഗറിന് മെഡിസിൻ എടുക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ ഇരുന്നാൽ അവളും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ എൻ്റെ കൂടെ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പൊ ഞാൻ എന്തിനാണിത് പറഞ്ഞത്? പരസ്പരമുള്ള നമ്മൾ പ്രാർത്ഥിച്ചു മേടിക്കുന്നതിന് മാറ്റ് കൂടുതലാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് തിരിച്ചറിയുവാനും ഇത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കരുത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ, മറ്റ് സ്ത്രീകളെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുന്നിൽ വെച്ച് പ്രശംസിക്കരുത്. ആമേ, അത് അവർക്ക് ഒരിക്കലും പിടിക്കത്തില്ല. അവരുടെ മനസ്സിന് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ്, വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം തന്നിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ അത് സ്വർഗതുല്യമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും പറയണം, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്ത് ഭാരമുണ്ടെങ്കിലും കേൾക്കാനൊരു കാത് നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്തോത്രം. എന്ത് മിസ്റ്റേക്കും സംഭവിച്ചു കൊള്ളട്ടെ, എന്ത് കുറവും സംഭവിച്ചു കൊള്ളട്ടെ, എന്ത് വീഴ്ചയും സംഭവിച്ചു കൊള്ളട്ടെ, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവൾക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പിരിയാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. അന്ന് അവർക്കൊരു കുഞ്ഞുണ്ട്. ആ സ്ത്രീ വണ്ണമുള്ള ഒരു സഹോദരിയാ. അദ്ദേഹം വണ്ണം കുറവുള്ള മനുഷ്യനാണ്. പല കാര്യങ്ങളിൽ അവർക്ക് പൊരുത്തം വരുന്നില്ല, മാനസിക അകൽച്ചകളായി, ഭയങ്കര ഭാരമായി. ഞാൻ അവരെ വിളിച്ചു, നിങ്ങൾ വീട്ടിൽ വാ. ആമേൻ. അവര് 2 ദിവസത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ചു. പല കാര്യങ്ങൾ അവർക്ക് ബോധവൽക്കരണം ചെയ്തു കൊടുക്കാനിടയായി തീർന്നു. ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് ക്രിസ്ത്യൻ ജനതയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം. നമ്മുടെ ഡോക്ടർ ആനി ജോർജ് സെമിനാരി വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന വിഷയം എടുക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ന വിഷയം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിൽ ഡോക്ടർ ആനി ജോർജ്
നമ്മുടെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ അതിനെക്കുറിച്ച് ആധികാരികം എടുക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ നമ്മൾ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ആളുകൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് കുടുംബജീവിതത്തിന്റെ പല തകർച്ചകൾക്കും കാരണം എന്നുള്ളത് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് കുട്ടികൾ അവരുടെ യൗവന ടൈമിൽ അല്ലെ ടീനേജ് പ്രായത്തിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സഭകളിൽ പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും ശ്രമം നടത്തിയാൽ വിദ്യാഭ്യാസം വിവരമില്ലാത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയും, ആണ്ട് മ്ലേച്ഛത പഠിപ്പിക്കുക, പാപം പഠിപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എന്താ കാരണം? ഓരോ പ്രായത്തിലുമുള്ള വളർച്ചയിൽ ഒരാൾക്ക് ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് എത്ര വരെ ആകാം? ഞാൻ പറയാം, നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിസ് ചെയ്യാൻ പോലും അനുവദിക്കരുത് എന്നുള്ള ആശയക്കാരനാണ് ഞാൻ. എത്ര കേസുകൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. സ്വന്തം പിതാവ് പീഡിപ്പിച്ച കേസ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അമ്മാച്ചന്മാര്, ഉപ്പാപ്പന്മാര്, കസിൻ ബ്രദേഴ്സ്, ഇങ്ങനെ എത്ര കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈംഗിക ചൂഷണം അതിഭയാനകമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു പ്രവാചകൻ ഒരിക്കൽ ഒരു ദേശത്തേക്ക് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്, പറഞ്ഞു വിട്ടു, പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു വന്നു. പക്ഷേ വെളുപ്പാങ്കാലമായപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ അടുക്കൽ ചെന്ന് കാര്യം എന്താണ്? ലൈംഗികമായി പീഡിപ്പിച്ചു. എൻ്റെ 6ാമത്തെ വയസ്സിൽ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് സെമിനാരി വിദ്യാർത്ഥികളോട് ഞാൻ ഈ വിവിധ കാര്യങ്ങൾ പറയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായി നമ്മൾ വളർത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോട് പറയുകയാണ്. ആരുടെ അരികിൽ അമിതമായി ചേർത്ത് നിർത്താൻ, താലോലിക്കാൻ കൊടുക്കരുത്. കാലം വളരെ മോശമായ ഒരു കാലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലകളിലും വളരെ പ്രാർത്ഥനയും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒന്ന് പാട്ടുപാടി കൈയടിച്ചു ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞൊരു സർമൺ കഴിഞ്ഞേച്ച് വീട്ടിൽ പോകുന്നത് അല്ല ക്രിസ്തീയ ജീവിതം. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ നിരവധി കാര്യങ്ങൾ നാം ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് അലർട്ടായി എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് നിങ്ങൾ സീരിയസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ആ ഭാഗങ്ങൾ വളരെ ശ്രദ്ധമായി നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അശുദ്ധിയും ദുർനടപ്പും നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് എന്തിനെയാണ് നമ്മൾ എതിർത്ത് ജീവിക്കേണ്ടത്, എന്തിനെയാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുമ്പോൾ, അത് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ, ശരിയായ നിലകളിൽ അശുദ്ധിയുടെ മേഖലകൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ചിന്തയിലാകട്ടെ, ബോഡി ലാംഗ്വേജിലാകട്ടെ, ഒരാൾ നമ്മളോട് ദൈവഹിതത്തിന് വിരോധമായുള്ള സംഭാഷണമോ സമീപനമോ ചെയ്യുമ്പോൾ അത് നാം മനസ്സിലാക്കണം, ഞാനൊരു ദൈവ പൈതലാണ്. അശുദ്ധമായ വീഡിയോസ് കാണുവാൻ, ചില ആളുകളുടെ സംഭാഷണത്തിൽ, ഒരിക്കൽ ഒരു കൗൺസിലിങ്ങിന് ഒരു ഫാമിലി വന്നപ്പോൾ, പാസ്റ്റർ എനിക്കിവളെ ബലമായ സംശയമുണ്ട്, തെറ്റായ ഒരു ജീവിതശൈലി. അപ്പോൾ കാര്യം തിരക്കി വന്നപ്പോൾ എന്താണ്, കൂട്ടുകാരികൾ പരസ്പരം പറഞ്ഞു കൊടുത്തതാണ്. ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിലൂടെ ചില വീഡിയോയുടെ ലിങ്ക് ഒരാൾ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുടുംബജീവിതം നയിക്കേണ്ട ഇന്നിന്ന രീതിയിലാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ശൈലിയിലുള്ള സമീപനം അവളിൽ നിന്ന് എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ എനിക്ക് അവളെ തെറ്റിദ്ധാരണയുണ്ടായി. തെറ്റായ വഴിയിൽ അവിഹിത ബന്ധത്തിൽ അവൾ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പറയുന്നത്, കൂട്ടുകാരികൾ ഇട്ടുകൊടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ വേണം നമ്മൾ കുടുംബജീവിതം നയിക്കാൻ. സഹോദരങ്ങളെ, ആരുടെയും കുടുംബജീവിതത്തിൽ നാം കൈകടത്തൽ പാടില്ല. സ്തോത്രം. ഈ ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയും ഒക്കെ അടുത്ത കാലത്താണല്ലോ കടന്നു വന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ചില വിവാഹം കഴിഞ്ഞ് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ വരെ എത്തിയില്ലേ? അതുകൊണ്ട് എല്ലാത്തിന്റെ മാനുവൽ, ദ ഹോളി ബൈബിൾ, റീഡ് ദ ബൈബിൾ എവറി ഡേ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജീവിത പങ്കാളിയോട് എങ്ങനെയായിരിക്കണം. ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താണ്, ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ്, ഭാര്യയുടെ കടപ്പാട് എന്താണ്, ഭർത്താവിന്റെ കടപ്പാട് എന്താണ്. ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പോറ്റി പുലർത്തണം. ബഹുമാനിക്കണമെന്നാണ്, അപമാനിക്കണമെന്നല്ല. ചില ആളുകൾ പറയും, ഓ എന്റെ ഭാര്യ അവളൊരു മഹാ കഴുതയാ. മനസ്സിനകത്ത് ഓർത്തണം, എത്ര വേദന ഉണ്ടാകും. കഴുതയാണോ പറ? ആ സ്ത്രീ കഴുതയാണെങ്കിൽ പുരുഷനുമാരാ കഴുതയാണല്ലോ. സൈലന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലയോ അത്?
അവളെ പോറ്റി പുലർത്തണമെന്നാ പറഞ്ഞേക്കാം, അല്ല പാറ്റി പറത്തണമെന്നല്ല. Praise God. അപ്പോൾ ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ്? ഭർത്താവിനെ ബഹുമാനിക്കണം. അങ്ങേര്, അയാൾ, ഈ പദങ്ങളൊന്നും ഉപയോഗിക്കരുത്. സ്തോത്രം. ഇതെല്ലാം നമുക്ക് അപകടകരമായ കാര്യങ്ങളാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ സഹോദരൻ ഇങ്ങനെ ബനിയൻ ഊരിട്ട് പറയാ, പാസ്റ്റർ ഇത് ആണ്ട് കണ്ടോ, അവളിന്ന് ചൂരവടി വെച്ച് എന്നെ അടിച്ചതാ, ഇത് ശരിയാണോ? സഹോദരിമാരെ, വളരെ ഭയത്തോടെ ജീവിക്കേണ്ട കാലമാണ്. ദൈവവചനം നമ്മുടെ വീട്ടിൽ, നമ്മൾ പബ്ലിക്കിൽ, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഇതെല്ലാം അവർ കണ്ടു വളരും. നാം എത്ര അഭിനയം ലോകത്തിന് മുമ്പിൽ വെച്ചാലും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഗിന്നസ് ബുക്കിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയതിന് പേര് വരുമെങ്കിൽ എൻ്റെ അമ്മയുടെ പേര് വരുമെന്ന് ഞാൻ പറയുമായിരുന്നു. സ്തോത്രം. 50 വർഷത്തോളം എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നു, ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. സ്തോത്രം. അനേക സന്ദർഭങ്ങൾ, എന്തിനു പറയുന്നു, ഉപ്പ് ചിരട്ടവരെ ബാല്യത്തിൽ അടിച്ചു തകർത്ത കാലങ്ങളുണ്ട്. എല്ലാം ആ നിലകളിൽ നഷ്ടപ്പെട്ട് നശിപ്പിച്ചു കളഞ്ഞു. ചാക്ക് കണക്കിന് കുപ്പി മാസം തോറും 2 മാസം കൂടുമ്പോൾ തമിഴ്നാട്ടുകാർ വന്ന് ചാക്കിനകത്ത് വാരിക്കൊണ്ടുപോയ കാലമുണ്ടായിരുന്നു. എത്ര വേദനയോടെ വളർന്നു വന്നവരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് സഹോദരങ്ങൾ, ഞാൻ വളരെ ഭയത്തോടെ ദൈവസന്നിധിയിൽ പറയുകയാണ്, ദൈവം നമുക്ക് നൽകിയ കുടുംബ ജീവിതം, ദൈവം നമുക്ക് നൽകിയ മക്കൾ, ഈ മാനുവലിനനുസരിച്ച് വളർത്താനുള്ള ദൈവകൃപയ്ക്കായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവന് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. ദൈവം അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. വേറെ ആരുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ റിസ്ക് എടുക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ പുല്ലുമേയാതെ വേറൊരാളുടെ ഓടുമേയാൻ പോകരുത്. ഈ ദിവസങ്ങളിൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ അതേ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒരു കുറവ് ലോകത്തിൽ ദൈവത്തോടല്ലാതെ വേറെ ആരോടും പങ്കുവയ്ക്കരുത്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സ്ഥലം ദൈവത്തിന്റെ പാദപീഠമാണ്. കർത്താവേ, എനിക്ക് തന്ന പ്രിയപ്പെട്ടവന് ഇന്നിന്ന കുറവുകളുണ്ട്, അത് നിങ്ങൾക്ക് ബോധ്യമായ ദൈവത്തോട് പറയണം. കാരണം അദ്ദേഹത്തിലുള്ള കുറവുകൾ നിങ്ങളാൽ പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം ആ പ്രിയപ്പെട്ടവനെ നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവളിൽ എന്ത് വീക്ക്നെസ് ഉണ്ടെങ്കിലും, ഒരിക്കൽ ഒരു അപ്പച്ചൻ പറഞ്ഞു, മോനെ, എൻ്റെ ഭാര്യയ്ക്ക് 98 ഗുണമുണ്ട്, 2 ദോഷമേ ഉള്ളൂ. ഒന്ന്, അവള് വിളിച്ചാ വരികയുമില്ല, 2 പറഞ്ഞാൽ കേൾക്കുകയുമില്ല. തീർന്നില്ലയോ? അപ്പോൾ ഇങ്ങനെയുള്ള തലമല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവളിൽ എന്ത് വീക്ക്നെസ് ഉണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക, സ്നേഹിക്കുക, കരുതുക, അംഗീകരിക്കുക. അപ്പോൾ പിളർന്നു പോയത്, ഉടഞ്ഞു പോയത്, ഹൃദയം കൊണ്ട് അകന്നു മാറിയത്, എത്രയോ വീടുകളിൽ ഒരു വീട്ടിലാ താമസിക്കുന്നെങ്കിലും 2 മുറിയിലാ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മനസ്സകലുമ്പോൾ ശരീരം അകലുന്നു. ശരീരം അകലുമ്പോൾ ജീവിതത്തിന്റെ ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഡെഡായി പോകുന്നു. അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് സാത്താൻ അത് നയിപ്പാൻ പ്രേരിപ്പിക്കും. നാം ശ്രദ്ധിച്ചല്ലോ, വർക്ക് ഓഫ് ദി ഫ്ലഷ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആൻസി പ്രാർത്ഥിച്ചാട്ടെ. ഡ്യൂട്ടിയിലാണോ? നോ പ്രോബ്ലം. അനു ജേക്കബിന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശുഭ പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പിതാവെ വിളിച്ചുകൊണ്ടപ്പ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും പിതാവെ കടന്നു വരുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ച നല്ല കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. പിതാവെ, ഞങ്ങൾ കേട്ട വചനങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പകർന്നതിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. ജീവനും ചൈതന്യമുള്ള അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങളെ കഴുകി വെടിപ്പാക്കേണ്ടതിനാണല്ലോ കർത്താവെ ഞങ്ങളിലേക്ക് പകരുന്നത്. കർത്താവ്, ഈ വചനം സത്യമാകുന്നു. ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവ്, വിശുദ്ധനായ ദൈവം ഞങ്ങളുടെ ഞങ്ങൾ പിതാവെന്ന് വിളിക്കുന്നവൻ വിശുദ്ധനാകയാൽ ഞങ്ങളോടും വിശുദ്ധരായിരിക്കാൻ വചനം പറയുന്നത് പോലെ കർത്താവെ ഞങ്ങൾ അനുദിനം കഴുകി വെടിപ്പാക്കി കർത്താവെ അങ്ങേക്ക് അനുസരണമുള്ള മക്കളായി തീരുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിൽ അങ്ങേ അങ്ങിരിക്കുന്നത് പോലെ കാണേണ്ടതാകയാൽ
നിങ്ങൾ നിർമ്മലരായിരിക്കും, ഞാൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിർമ്മലരായിരിക്കാനാണല്ലോ വചനം പറയുന്നത്. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ വരവിൽ അങ്ങയെ കറയും കളങ്കവും കൂടാതെ ഞങ്ങൾ കാണേണ്ടതാകുന്നു. അങ്ങയിൽ വസിക്കാത്തവർ അന്ന് ലജ്ജിച്ചു പോകുമെന്ന് വചനം പറയുന്നു. കർത്താവിന്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ എന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ, വിശുദ്ധിയില്ലാത്തവർ ദൈവത്തെ കാണാൻ സാധിക്കില്ലെന്നും ഹൃദയശുദ്ധിയുള്ളവർ മാത്രമാണ് ദൈവത്തെ കാണുന്നതെന്നും വീണ്ടും വീണ്ടും വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് ഞങ്ങളെ, നിന്റെ നല്ല ആത്മാവ് ഞങ്ങളെ നേർനിലത്തിൽ നടത്തുമാറാകണമേ. കർത്താവെ, സത്യത്തിന്റെ വഴിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നടത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്തത് അങ്ങാണല്ലോ. അങ്ങറിയാതെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ലോകസ്ഥാപനത്തിന് മുൻപേ ഞങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണല്ലോ. ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ദൈവം ഞങ്ങൾക്ക് പിതാവായിട്ടുള്ളതിനാൽ കർത്താവെ, എന്ത് സാഹചര്യമാണെങ്കിലും പലരും പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയാം. ആ സന്ദർഭത്തിലെല്ലാം കർത്താവെ, ഞങ്ങൾക്കുള്ള ബോധ്യം ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നത് അങ്ങ് അറിയുന്ന ദൈവമാകുന്നുവല്ലോ കർത്താവെ. അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള വാഗ്ദാനത്തിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയാതിരിക്കുമ്പോൾ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന അങ്ങയുടെ ആത്മാവിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പക്ഷവാദം ചെയ്യുന്നതിനാൽ കർത്താവെ, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നടത്തി പരിപാലിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രത്യേകമായിട്ട് പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നല്ല മാതൃകകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവരുടെ നല്ല മാതൃകകളെയൊക്കെ പിൻപറ്റുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി, ഞങ്ങളുടെ ജീവിതം എങ്ങനെ നയിക്കേണ്ടതു എന്ന് ഈ ബൈബിളിലൂടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണേ. നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം മക്കളെ കർത്താവിന്റെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അങ്ങ് തന്നിരിക്കുന്ന ഈ കുടുംബജീവിതം എത്ര ധന്യമായതാണെന്ന് മനസ്സിലാക്കുവാനും കർത്താവെ, ഭാര്യമാരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നല്ല മുന്തിരിവള്ളികൾ പോലെ ആയിരിക്കാൻ തക്കവണ്ണം, ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളികൾ പോലെ ആയിരിക്കാൻ തക്കവണ്ണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഒലുവുതൈകൾ പോലെ ആയിരിക്കാൻ തക്കവണ്ണം, അങ്ങനെ ഉള്ള ഒരു ഭവനത്തിലെ ഒരു മനുഷ്യൻ, ഭാഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവന്റെ അധ്വാന ഫലം കഴിക്കാൻ പറ്റുന്ന ഒരാളെ പോലെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ മക്കളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരുടെ സമാധാനം വലിയതുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. ഭാര്യമാർ ഭർത്താവിന്റെ സകലത്തിനും കീഴ്പ്പെട്ടിരിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. പരസ്പരം അന്യോന്യം ബഹുമാനിക്കുവാനും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനും കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ വന്നുപോയിട്ടുള്ള കുറവുകൾ ഞങ്ങളെ കർത്താവെ ഓർമ്മിപ്പിക്കുമ്പോൾ, കാണിച്ചു തരുമ്പോൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങയുടെ നല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട്, ഞങ്ങളുടെ ശരീരാത്മദേഹികളെ യാഗമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് കർത്താവെ, ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ കേട്ട നല്ല വചനത്തിനായിട്ട് വീണ്ടും വീണ്ടും അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും കൃപയുടെയും രാജനയുടെയും ആത്മാവിനെ പകരണമേ കർത്താവെ. വിശുദ്ധിയിൽ ഞങ്ങൾ വഴി നടത്തണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. വിശുദ്ധി അങ്ങേക്ക് എത്രമാത്രം പ്രയോറിറ്റി ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടുകൂടി ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. മതിലിൽ മേൽ അങ്ങാക്കി വെച്ച കാവൽക്കാർ കർത്താവെ ഇസ്രായേലിനെ ഒരു പ്രശംസാ വിഷയമാക്കുവോളം മിണ്ടാതിരിക്കരുത് ഞങ്ങളുടെ വചനത്തിൽ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്തവരായി എപ്പോഴും ഉത്സാഹമുള്ളവരായി കർത്താവ് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഒരു പ്രശംസാ വിഷയമാകുവോളം കർത്താവെ മടികൂടാതെ മതിലിന്മേൽ നിർത്തിയിരിക്കുന്ന കാവൽക്കാരെ പോലെ, ആ വാച്ച്മെൻ ഓൺ ദ വാളിനെ പോലെ കർത്താവെ ആയിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിട്ട് എപ്പോഴും ആയിരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ടും ഇരിക്കാൻ സഹായിക്കണമേ. സകല പ്രാർത്ഥനയാലും യാചനയാലും സകല വിശുദ്ധന്മാർക്കും വേണ്ടി എപ്പോഴും ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ലോകത്ത് അനേക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും
സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അന്ധകാര ശക്തികളോടുമാകുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ. ദൈവത്തിന്റെ സർവായുധവർഗം എപ്പോഴും ധരിച്ചുകൊണ്ട് കർത്താവെ, ദൈവത്തിന്റെ ആയുധത്തിൽ ഞങ്ങൾ ധരിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ. കോട്ടകളെ ഇടുപ്പാൻ ശക്തിയുള്ള ആയുധങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ കർത്താവെ. പ്രാർത്ഥനയിലും വചനവും കർത്താവെ ഞങ്ങൾക്ക് ആയുധമായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതിനാൽ സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ, വചനം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ, ഇരുവായുധത്തിലുള്ള വാൾ ഞങ്ങളുടെ കയ്യിലേന്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ എപ്പോഴുമായിരിക്കാൻ തക്കവണ്ണം സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ കവറിങ്ങിലാക്കണമേ കർത്താവെ. ക്രിസ്തുവിന്റെ വിചാരത്തിന് വിരോധമായിട്ട് പൊങ്ങി വരുന്ന എല്ലാ ചിന്തകളെയും കർത്താവെ ക്രിസ്തുവിന് സബ്മിറ്റ് ചെയ്ത് കർത്താവെ അതിനെ താഴ്ത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സ്ട്രോങ് ഹോൾസിൽ നിന്നും കർത്താവെ അങ്ങ് വിടുതൽ നൽകുന്നത് പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ആണല്ലോ കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ആയുധങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജഡികമായിട്ടുള്ള ആയുധങ്ങളല്ല, പോരിന്റെ ആയുധങ്ങളെല്ലാം ആത്മീകമാകയാൽ സ്തുതിക്കുന്നു ദൈവമേ. വചനത്തിനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ടെല്ലാം സ്തുതിക്കുന്നു കർത്താവെ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും വീണ്ടും വീണ്ടും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ വചനങ്ങൾ കർത്താവെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്തിട്ട് കർത്താവെ ഇത് കേട്ട് മറന്നു പോകുന്ന വചനങ്ങളായി തീരാതെ 30, 60, 100 മേനിയായിട്ട് കർത്താവെ ഫലം കായ്ക്കാൻ തക്കവണ്ണം ആ നല്ല ഹൃദയങ്ങളിൽ വീഴുവാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മുള്ളിനടിയിൽ വീണ് ഞെരിഞ്ഞു പോകുന്നതോ പാറപ്പുറത്ത് വീണ് കർത്താവെ നഷ്ടമായി പോകുന്നതോ ആയിട്ടുള്ള വചനങ്ങളായി തീരാതെ കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരെ പോലെ ഭാഗ്യവാന്മാരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കേട്ട നല്ല വചനത്തിനായി ഒന്നുകൂടെ സ്തുതിക്കുന്നു ദൈവമേ. പാസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ബലത്തിന് അങ്ങ് പരിപാലിച്ചുകൊള്ളണമേ. ഇത്ര ദിവസവും കർത്താവെ ഞങ്ങൾക്ക് പകർന്നു തന്ന ആത്മീയ ഭക്ഷണത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവെ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സുബ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുബി ബ്രദറിനെയും അനിയും കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബ്ലെസ്സിംഗ് ആയി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ കൃപയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് താമസിച്ചാൽ ഈവനിങ്ങിൽ വീണ്ടും കാണാം. കർത്താവിന്റെ വലിയ കൃപ കൂടെ. താങ്ക് യു. ബൈ. ആമേൻ. താങ്ക് യു, പാസ്റ്റർ.